ഹായ്, ഇന്ന് ഞാനൊരു ടേസ്റ്റി ബ്രാഹ്മിൻ ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രസവാങ്കി. ഇത് തമിഴ്നാട് തഞ്ചാവൂരും അവിടെ നിന്ന് നമ്മുടെ പാലക്കാട് അഗ്രഹാരങ്ങളിലേക്ക് എത്തിച്ചേർന്ന സൂപ്പർ ടേസ്റ്റി കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് തോരപ്പരിപ്പ് വേണം. അപ്പോൾ ഞാനൊരു 3 പിടി തോരപ്പരിപ്പാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കത് കുക്കറിൽ വേവിക്കാൻ വെക്കണം. എന്നാൽ ഈ രസവാങ്കി മറാഠ ഭരണകാലത്ത് മഹാരാഷ്ട്രയിൽ നിന്നുമാണ് നമ്മുടെ തമിഴ്നാട്ടിലേക്കും പിന്നെ കേരളത്തിലേക്കും എത്തിച്ചേർന്നത്. അപ്പം നോക്കൂ, ഈ പരിപ്പിലേക്ക് ഞാനൊരു 4-5 മണി പച്ച കടല കൂടി ചേർത്തി കൊടുത്തു കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി, അതുകൂടി ചേർത്തിയാൽ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് കപ്പലണ്ടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതൊരു 3-4 വിസിലടിച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ രസവാങ്കിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇളവന് ഒരു കഷ്ണം മത്തങ്ങ, പിന്നെ കുറച്ച് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ കഷ്ണങ്ങളെല്ലാം തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നന്നായി കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കണം. ഒരു പച്ചമുളകും കൂടി ഞാനിതിൽ ചീന്തിയിടുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് 1-2 ഇട്ടോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ കുറച്ച് മസാല വറുത്തെടുക്കണം. അതിനുവേണ്ടി 1 സ്പൂൺ മല്ലി, 1 സ്പൂൺ കടലപ്പരിപ്പ്, കുറച്ച് വെന്തയം, ഉലുവ, പിന്നെ ഒരു 4-5 വറ്റൽമുളക്, വറമുളക്, പിന്നെ നാളികേരം ചെരുവിയത് ഒരു 3 സ്പൂണ്. ഇത്ര സാധനങ്ങൾ, പിന്നെ കുറച്ച് കായപ്പൊടിയും. ഇത് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഉലുവയും പിന്നെ നമ്മളുടെ കടലപ്പരിപ്പും മല്ലിയും മുളകും പിന്നെ കായും ലാസ്റ്റ് തേങ്ങ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വറക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചുമക്കൊന്നും വറക്കണ്ട, ജസ്റ്റ് ഒന്ന് 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ആ പച്ച ഇതൊന്ന് മാറിയാൽ മതി കേട്ടോ. ചിലവർ തേങ്ങ വറുത്ത് അരയ്ക്കും, ചിലവർ ലാസ്റ്റ് തേങ്ങ വറുത്തിടും. ഞാൻ തേങ്ങ വറുത്ത് അരച്ചാണ് കേട്ടോ ചേർത്തുന്നത്. അതല്ല ഇതിൽ തേങ്ങ ചേർത്തണില്ലെങ്കിൽ ആ തേങ്ങ നമുക്ക് ലാസ്റ്റ് കടുക് വറക്കണയിൽ നമ്മൾ എലിശ്ശേരിക്ക് വറുത്തിടുന്ന പോലെ ഇടാം. അപ്പം ഞാനതിലേക്ക് ഒരു 1/2 സ്പൂൺ കായപ്പൊടിയും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്ത് വറുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നാളികേരം ചെരുവിയതും കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റാം. നാളികേരം നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ആവശ്യത്തിന് വറുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് നന്നായി ചൂടാറിയ ശേഷം ഇത് നന്നായിട്ട് മിനുസായിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ചീഞ്ചട്ടിയിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി മൂടി വയ്ക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ പരിപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാൽ ഈ കഷ്ണത്തിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തി കൊടുത്ത് വേണ്ട വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഇത് പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിച്ചൂടെയെന്ന് ചോദിക്കും, ചെയ്യാം, പക്ഷെ വെന്തുടഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതായി വറുത്ത് നമ്മളുടെ ഇതൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാട്ടുള്ളൂ വരും. അപ്പോൾ ഇതിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നോക്ക്, നമ്മുടെ കഷ്ണമൊക്കെ ഒരുവിധം വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ ആയാൽ നമ്മുടെ കഷ്ണം നന്നായിട്ട് വേവും. ശരിക്കും മഹാരാഷ്ട്രയിൽ മറാഠിയിൽ രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഴിച്ച് കഴിക്കാനുള്ള കറിയില്ലേ, രസമുള്ള കറി, വെള്ളം പോലത്തെ കറി. വാങ്ക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വഴുതിനിങ്ങയാണ്. അപ്പോൾ രസവാങ്കി ശരിക്കും വഴുതിനിങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുക. പക്ഷെ നമ്മളുടെ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ കുമ്പളങ്ങ കൊണ്ടും മത്തങ്ങ കൊണ്ടും മുരിങ്ങക്കായ കൊണ്ടും ഒക്കെ രസവാങ്കി ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഈ കറി. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. അത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ കേട്ടോ. നിങ്ങൾ ഈ രസവാങ്കി ഉണ്ടാക്കാറുണ്ടോ? ഏത് കഷ്ണം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറെന്നൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പാറും നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടിയതാണല്ലോ അല്ലേ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ സാമ്പാറിൻ്റെ അനിയൻ എന്നൊക്കെ പറയാം. ഇത് നോക്കുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും കൂടി ചേർത്തി ഒന്ന് നന്നായി തിളച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം, നല്ലൊരു മണം വരും. ആ മണം വരുന്നവരെ ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിൽ ചേർത്തേണ്ടത് 1 സ്പൂൺ ശർക്കരയുടെ പൊടിയാണ് കേട്ടോ. ഇത് 1 സ്പൂൺ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ എന്തായാലും ചേർത്തിക്കോളൂ. എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചേർക്കാൻ എന്തായാലും മറക്കണ്ട. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കണം. കടുകും മുളകും കറിവേപ്പിലയും മാത്രമാണ് കേട്ടോ ഞാനിതിൽ വറുത്ത് കൂട്ടണത്. ഞാൻ പറഞ്ഞില്ലേ, തേങ്ങ അരക്കണില്ലെങ്കിൽ ആ തേങ്ങ ഈ വറക്കണ സമയത്ത് ഇട്ടാലും മതി കേട്ടോ. ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ സ്ഥിരം നമ്മൾ ഈ സാമ്പാറും മോരുകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതും ഒരു ചേഞ്ചാണ്. ഉണ്ടാക്കി നോക്കും, ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഈ വറുത്തതിനെ നമ്മുടെ കറിയിലേക്ക് കൊട്ടി കൊടുത്തിട്ട് എന്തൊരു മണമെന്ന് പറയുക, ഈ കറിക്ക് നല്ല മണമാണ്. അപ്പോൾ നമുക്ക് ഇത് കൂട്ടി ചോറുണ്ണാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രസവാങ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് ഊണ് കഴിക്കാൻ റെഡിയാവാം. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഈ കറി ഉണ്ടാക്കി നോക്കുകയും വേണം, കമൻറ്റും ചെയ്യണം. നിങ്ങളിതിങ്ങനെയാണോ ഉണ്ടാക്കാറ്, നിങ്ങൾ ഏത് കഷ്ണം വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുക, ഏത് വെജിറ്റബിൾ ഉപയോഗിക്കുക എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി കേട്ടോ. ഓക്കെ, ബൈ.